ചരിത്രമായി ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമം. കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പൻ നിക്ഷേപത്തിന് വഴിതുറന്നിരിക്കുകയാണ് ഇൻവെസ്റ്റ് കേരള. 2 ദിവസങ്ങളായി നടന്ന ഉച്ചകോടിയിൽ 374 കമ്പനികൾ 1,52,905 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള താൽപര്യപത്രം ഒപ്പുവെച്ചു. 66 കമ്പനികൾ താൽപര്യപത്രം കൈമാറി. തുടർ നടപടികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഏർപ്പെടുത്തും. വ്യവസായ പ്രവർത്തനങ്ങൾ തടസ്സങ്ങളില്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാണിത്. അദാനി ഗ്രൂപ്പ് 30,000 കോടി, ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടി, ലുലു ഗ്രൂപ്പ് 5,000 കോടി, NRI പ്രൊജക്ട് മാനേജ്മെന്റ് 5,000 കോടി, മൊണാക് 5,000 കോടി, ഇങ്ങനെ നീളുന്നു നിക്ഷേപം. ഇതിലൂടെ വ്യവസായ രംഗവും കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയും വളരുന്നതോടൊപ്പം IT മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാകും. 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. 24 കമ്പനികൾ വിപുലീകരണത്തിനും പുതിയ പദ്ധതികൾക്കുമായി 8,500 കോടി രൂപ ചെലവിടും. ഇൻവെസ്റ്റ് കേരള വലിയൊരു വിജയമായതിന്റെ ഫലമായി ഉച്ചകോടി 3 വർഷത്തിലൊരിക്കൽ നടത്താനാണ് വ്യവസായ വകുപ്പിന്റെ തീരുമാനം. 2026 ജൂലൈയിൽ ദുബായ് സർക്കാരിന്റെ ഇൻവെസ്റ്റോബിയ മീറ്റ് കേരളത്തിൽ നടത്തുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കേരളം ഒരു പ്രധാന നിക്ഷേപ കേന്ദ്രമായി മാറിയെന്നതിന്റെ തെളിവാണിത്. വനിതാ സംരംഭകർക്ക് മാത്രമായി കാക്കനാട് പിങ്ക് പാർക്ക് ഒരുക്കും. സംസ്ഥാനത്തിന്റെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും വിപുലമായ വളർച്ചാ അവസരങ്ങളുമാണ് നിക്ഷേപകരെ പ്രധാനമായും ആകർഷിച്ചത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം, തൊഴിൽ സാധ്യതകൾ, വിപുലമായ വളർച്ചാ സാധ്യത, സാമ്പത്തിക ഭദ്രത എന്നിവയാൽ കേരളം രാജ്യത്തിന്റെ മുൻനിര നിക്ഷേപ കേന്ദ്രമായി ഉയർന്നുവരികയാണ്. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിലൂടെ, ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ശോഭനമായ, സമ്പന്നമായ ഒരു ഭാവി പ്രതീക്ഷിക്കാം.